എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വൈൻ ചിക്കനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വൈൻ ചിക്കൻ ഇതുവരെ ആരും ചേർക്കാത്ത ചേരുവകൾ ചേർത്താണ് ഈ വൈൻ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും വരിക, സ്കിപ്പ് ചെയ്യാതെ കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കിനി സ്റ്റുഡിയോയിലോട്ട് പോകാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇച്ചി നേരത്തേക്ക് അവിടെ ഇരിക്കട്ടെ. നമ്മൾ അതിന് മുമ്പേ നമുക്ക് മസാല പൊടിക്കണം. മസാല പൊടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വറ്റൽമുളക്, മല്ലി, ജീരകം, പെരിഞ്ജീരകം, കുരുമുളക്, പട്ട, തച്ചോലം, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ചേർക്കുന്നത്. അപ്പൊ ഇതിനെ ജസ്റ്റ് ചൂടാക്കിയിട്ട് വേണം നമ്മൾ പൊടിക്കാൻ. കല്ലിൽ ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. അപ്പൊ ചൂടാക്കി വേണം ഇത് പൊടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഒരു പാന് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റൗവ് വെച്ചു. നമുക്ക് അതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ മസാല എല്ലാം കൂടെ, നമ്മുടെ ഐറ്റംസ്, ആ ചേരുവ എല്ലാം കൂടെ ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലും പൊടിക്കാനുള്ള സുഖം കാണും. അപ്പൊ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം, അത്രേ ഉള്ളൂ. ചൂടായാൽ മതി. എന്നാലും പൊടിക്കാൻ ഒരു സുഖമുള്ളൂ. ഇപ്പൊ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സംഭവം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. പൊട്ടുന്നുണ്ടോ? അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാല കയറണ്ടേ, ഒന്ന് വരഞ്ഞു കൊടുക്കുക. നൈസായിട്ടൊന്ന് പൊളി വിട്ടാൽ മതി. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് പൊടിച്ചു വന്നിട്ടുണ്ടോ? നല്ലതായിട്ട് മസാല പൊടിച്ചു വന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ച് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും എടുത്തിട്ടുണ്ട്. കുറച്ചെടുത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ കുറച്ചെടുത്തുള്ളൂ. നമുക്കിതിനകത്തോട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട സംഭവം ഇതാണ് വൈന്. 1 വർഷം പഴക്കമുള്ള വൈനാണിത്. 1 വർഷം പഴക്കമുള്ള വൈൻ, നെല്ലിക്ക വൈനാണ്. ഇതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണയിലല്ല കുഴച്ചെടുക്കുന്നത്, വെള്ളത്തിലും അല്ല കുഴച്ചെടുക്കുന്നത്, വൈനിലാണ് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സംഭവം, നമ്മുടെ ചേരുവ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലതായിട്ട് നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം എടുക്കുന്നുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ചിക്കനിലോട്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ചിക്കനിലോട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക. മസാല കയറി ചെല്ലണം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, അത് പറയാൻ പറ്റുമോ കേട്ടോ. നമ്മൾ അരപ്പൊക്കെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചേക്കുവാണ്. നമ്മൾ ഓയിലൊന്നും ചേർക്കാതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈൻ മാത്രം ഒഴിച്ചാണ് നമ്മൾ അരപ്പ് കൂട്ടിയിരിക്കുന്നത്. നമ്മൾ ഇത് അടപ്പ് വെച്ച് അടച്ചേക്കുവാണ്. നമുക്കിനി 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്യാം. അപ്പോൾ 3/4 മണിക്കൂർ മേലായിട്ടുണ്ട്. 1 മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട്.
നമ്മൾ സംഭവം ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സംഭവം നമ്മൾ ചെയ്യണം. നമ്മളിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് മൈദാമാവ് ആഡ് ചെയ്ത് കൊടുക്കണം. മൈദാമാവ് ഇടുക. ഇതിൽ 2 സ്പൂൺ മൈദാമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവർ എടുക്കണം. കോൺഫ്ലവർ ഇതിലോട്ട് നമ്മൾ വൈൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വൈൻ നല്ല മണമാണ്. 1 വർഷം പഴക്കമുള്ള വൈൻ. നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ വൈനകത്ത് ചേരണം. പോരാ, നമ്മുടെ വൈന് ഒന്നുകൊണ്ട് ഒഴിക്കുകയാണ്. നല്ലതായിട്ട് ദോശമാവിന് തുല്യമാകണം. ദോശമാവിന് തുല്യമാക്കി എടുക്കുന്നത്. നമ്മുടെ ചിക്കന് ഒരു ചെറിയ കോട്ടിങ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കവറിങ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മൾ സംഭവം ഇവിടെ ആയിട്ടുണ്ട്. കേട്ടോ. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. ഇവിടെ ഇരിക്കട്ടെ. നമുക്കിൻ്റെ അടപ്പം തുറന്നു നോക്കാം. വാവ്, നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിപ്പോൾ എടുക്കാം. ആ പാനം ചൂടാവട്ടെ. നമുക്ക് അതിനകത്ത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേന് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ ചിക്കനെ ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുമ്പേ ഈ ചിക്കൻ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന കോൺഫ്ലവറിലും മൈദമാവിലും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ കഷ്ണം എടുത്തും അതുപോലെ ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നമുക്കിനി അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത അതേ ബോക്സ് തന്നെ. നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സംഭവം ഇവിടെ ആയിട്ടുണ്ട്. ഇതും വാങ്ങാം.
ഇതിലോട്ട് പറക്കി വെക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ എന്താണ്ട് ഓ എന്നാ കളറാന്ന് നോക്കിയേ. ചിക്കനൊക്കെ ഇതിലോട്ട് പറക്കി വെക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിന ഇലയും കൊണ്ടാണ്, മല്ലി ഇലയും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ വൈനുണ്ട്, കുപ്പിയിലും വൈൻ നിറച്ചിട്ടുണ്ട്. അതേ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വൈൻ ചിക്കൻ, വൈൻ കൊണ്ടുള്ള ചിക്കൻ നമ്മളിവിടെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. നമുക്കിനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇല്ല അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നാൽ ആരും വന്നില്ല ടേസ്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഒരു ലെഗ് പീസ് എടുക്കുക. ഓക്കെ, നമുക്ക് അടിച്ചു നോക്കട്ടെ. ഓ ഓ നിങ്ങൾക്ക് അടിച്ചോ. ഓ അടിപൊളി. പൂ പോലെ ഇരിക്കും, പൂ പോലെ. ജ്യൂസി പരിപാടിയിരിക്കുകയാണ്. ജ്യൂസി പരുവത്തിലാണ് നിൽക്കുന്നത്. കാര്യം നമ്മൾ ആ ഒരു മണിക്കൂറോളം നമ്മൾ മാരിനേറ്റ് ചെയ്താൽ വെച്ചു. 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ നല്ല എരിവുണ്ട് കേട്ടോ. ആ കുരുമുളക് ഇട്ടതിൻ്റെയൊക്കെയാണ്. അടിപൊളിയായിട്ടുണ്ട്. കുരുമുളക് ഇട്ടതിൻ്റെയാണ്. സൂപ്പറായിട്ടുണ്ട്. അപ്പം നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അടിപൊളിയായിട്ട് നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ. വൈൻ്റെയും മണം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് വൈൻ. ഒരു വർഷം പഴക്കമുള്ള വൈനാണ്. അതൊഴിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. ഓക്കെ, പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.